നിർവ്വാണ ശബ്ദം നമ്മൾ പഠിക്കാൻ പോവാണ്. കുറച്ച് നാൾ മുമ്പ് പഠിച്ചാൽ ഞാനൊക്കെ മറന്നു. പക്ഷേ നമുക്കിത് ചാൻറ്റ് ചെയ്ത് എനിക്കും പഠിക്കാം, നിങ്ങൾക്കും പഠിക്കാം. അപ്പം നമ്മുടെ കോൺസെപ്റ്റ് ഓഫ് ശിവ അതൊരു പല രീതിയിൽ ആൾക്കാർ കാണും. For some he is a destroyer, for some he nourishes well and takes you across the samsara, the life ocean of life. പിന്നെ ബ്യൂട്ടി ഓഫ് ഇന്ത്യൻ സ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സനാതന ധർമ്മ ഫിലോസഫി എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ഓപ്പൺ ടു ഇൻറ്റർപ്രിറ്റേഷൻ. നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ നമുക്ക് അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്തെടുക്കാം നമ്മുടെ സൗകര്യത്തിന് വേണ്ടി. അപ്പം ഭക്തി എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഭക്തിയായിട്ട് കാണാം. കറേജ് ആണെങ്കിൽ നമുക്ക് കറേജ് ആയിട്ട് ഭക്തിയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഇവിടെ ഒരു ദൈവത്തിനോടുള്ള ഭക്തി. എല്ലാവരും ഭക്തി എന്ന് വിചാരിക്കുന്ന ഭക്തി. ഫോർ മീ ഭക്തി ഈസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. ഐ മീൻ കുറേ കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻ്റ് ആണ്. ഡോക്ടർക്ക് ഭക്തി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് അല്ലേ? ഐതാൻറ്റിക്ക് ഡിഫറെൻ്റ് ആണ്. അവിടെ ഭക്തിയേ ഇല്ല. അറിയാതെ ഭക്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പല കാര്യങ്ങളിലും. അതിനകത്ത് അതും ഭക്തിയാണ്. ചിറ്റപ്പന് ഭക്തി, അവിടെ ഭക്തി, അവന് ഭക്തി, എന്തേ പള്ളി ഭക്തിയാ, പള്ളി ഹാഫ് ഭക്തി, അവന് ഹാഫ് ഭക്തി, ബാക്കി എല്ലാവരും. ഈ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിർവ്വാണ ശബ്ദം എന്ന് പറയുന്ന ഒരു സംഭവം കൂടുതലും നമ്മുടെ ജേർണി ഓഫ് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ പല ഏജ് ഗ്രൂപ്പ്സിലുള്ള ആൾക്കാരാണ്. ചില ആൾക്കാർക്ക് ലൈഫിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി എടുത്തിട്ട് അടച്ച് ഒലിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെറുപ്രായത്തിൽ തന്നെ അവർ മനസ്സിലാക്കും നമ്മുടെ കയ്യിലൊന്നുമല്ല, നമ്മൾ ചെയ്യുന്നൊന്നും വർക്ക് ആവുന്നില്ല. അങ്ങനെ സംഭവിക്കുന്നത് വളരെ നല്ലതാണ് ഇല്ലേ ഡോക്ടറെ? കാരണം അപ്പോഴേ നമ്മൾ മനസ്സിലാക്കുള്ളൂ നമ്മുടെ കയ്യിലുള്ള കാര്യത്തിനൊക്കെ അപ്പുറം വേറെ എന്തോ ഉണ്ടോ എന്നുള്ളതാണ്. എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടർ, ചിറ്റപ്പനും അറിയാം. ചിറ്റപ്പൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ചിറ്റപ്പന് നല്ല BP ഷൂട്ടപ്പും ഉണ്ട്. അപ്പം നമുക്ക് പരിചയമുള്ളൊരു ഡോക്ടർ അവർ ഭയങ്കര കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല, പഴയ കമ്മ്യൂണിസ്റ്റ്. ഇപ്പോഴത്തെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം കൊണ്ട് കുന്തിച്ച് ചെഗ്വേരയും എനിക്ക് ഒക്കാ എന്ന് വെച്ചില്ല. ആ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസം അല്ലേ? അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ശരിക്കും ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ച് ബ്രഹ്മാവും എനിക്ക് ഒക്കാ എന്ന് വെച്ചിട്ടാണ് പൂർണ്ണാനം പറഞ്ഞത്. ഞാനിപ്പോൾ മാറ്റുന്നു. അപ്പോൾ ഈ അപ്പോൾ ആ ഡോക്ടർ ഭയങ്കര കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് അവരൊരു 50 ഒക്കെ ക്രോസ് ചെയ്ത് 60 ആയി. ഇന്ന് ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, തിരിഞ്ഞ് ആലോചിച്ച് നോക്കുമ്പോൾ ഈ ചെയ്തതൊന്നും ഞാനല്ല. ഇത്രയും പേഷ്യൻസിനെ അവിടെ എന്തോ ഒരു എനർജി വർക്ക് ചെയ്തു. ഇത്രയും പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്ത് അവർക്ക് നല്ല രീതിയിലുള്ള ഫലവത്തായുള്ള ചികിത്സ കൊടുക്കാൻ സാധിച്ചെങ്കിൽ അത് എൻ്റെ കയ്യിലുള്ള സംഭവമല്ല, അത് വേറെ എന്തോ ഒരു സംഭവമാണ്. അതെന്താണെന്ന് അവർ ഇപ്പോഴും സമ്മതിക്കുന്നില്ല, അത് പറയാം. പക്ഷേ അവർക്കതൊരു ഇതില്ല. അപ്പം നമ്മൾ ഒരു ലേറ്റസ്റ്റ് സ്റ്റേജസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞതിന് ശേഷം, ഇപ്പം എൻ്റെയൊക്കെ പ്രായം എത്തി കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നും ഈ റോഡിൽ എങ്ങനെയാണ് ഇതൊക്കെ നടന്നത്. നമ്മുടെ കയ്യിലൊന്നും അല്ലല്ലോ. ഒരു അസുഖം വന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്കെല്ലാം നേരിട്ട് കളയാം. ആശുപത്രിയിൽ ഞാൻ 3 മാസം കിടന്നപ്പോഴത്തേക്കാണ് ഞാൻ മനസ്സിലാവുന്നത് ഇത് എൻ്റെ കയ്യിലുള്ള സംഭവമല്ല. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു വീണ്ടും ഹീലാവില്ല. ഞാൻ മെഡിസിൻസും ചില ആൾക്കാർക്ക് മെഡിസിൻസും വർക്ക് ചെയ്യണില്ല. എനിക്കെന്തോ ഭാഗ്യം കൊണ്ട് മെഡിസിൻസ് വർക്ക് ചെയ്തു. കോംപ്ലിക്കേഷൻസ് പലതും വരാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എവിടെയാണ് നമ്മൾ അപ്പോഴാണ് ആലോചിക്കുന്നത്. എന്നാൽ 75 ഇപ്പം ഒരു നമ്മളൊരു പ്രായം കഴിഞ്ഞ് പോകുമ്പോഴത്തേനും പല ആൾക്കാർ ഇത് മനസ്സിലാക്കേണ്ടതാണ് ലേറ്റസ്റ്റ് സ്റ്റേജസ് ഓഫ് ലൈഫിലേക്ക്. പക്ഷെ പല ആൾക്കാരും മനസ്സിലാക്കുന്നില്ല. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഈ പരസ്യത്തിൽ പറയുന്ന കണക്ക് പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണമുണ്ട്.
ഒരു ദിവസം ഞാൻ ശ്രീകണ്ഠേശ്വരം അമ്പലത്തിൽ പോയി. ശിവൻ്റെ അപ്പനറിയാവോ? ശ്രീകണ്ഠേശ്വരം ഒരു ദിവസം പോകണുണ്ടോ? ശ്രീകണ്ഠേശ്വരം അമ്പലത്തിൽ പോയപ്പോഴത്തേക്കും ഒരു 10-70 വയസ്സൊക്കെ ഒരു കേട്ടുകളവൻ അങ്ങേര് ചെന്നിട്ട് ഭഗവാന്റെ അടുത്ത് ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു, എൻ്റെ പൊന്നു ഭഗവാനെ, എൻ്റെ ശിവനെ, ഈ കള്ള പന്നികൾ എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ ഞാൻ ബാക്കി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ബാക്കി നിന്ന് ചോദിച്ചു, എന്തിനപ്പോ പ്രശ്നം? ആര് ജീവിക്കാൻ സമ്മതിക്കുന്നത്? എൻ്റെ മക്കള് തന്നെ. അപ്പൊ ഓരോരുത്തരും ഓരോ ഏജസിൽ വന്നിട്ട് അവർക്ക് ആ ഒരു അവരെയും ജീവിക്കാൻ സമ്മതിക്കണം. അതാണ് വേറെ കാര്യം. ഒരു അമ്മുമ്മ വേറെ വന്ന് ഒരാൾക്കും വേറെ പ്രാർത്ഥിക്കണ്ട. പാർവതി വല്ലഭ ശ്രീ പരമേശ്വര ഉമാപതേ ശംഭോ ഒരു വിളി. ബാക്കി ഇരിക്കുന്നവർക്ക് ആർക്കും കേൾക്കണ്ട. അത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മുമ്മ എല്ലാം ശാസ്ത്രം അരച്ച് കലക്കി കുടിച്ച് വളരെ വിദൂഷിയായിട്ടിരിക്കുന്ന അമ്മുമ്മ. അതിൽ ലാസ്റ്റ് സ്റ്റേജിൽ നിർവ്വാണത്തിന്റെ സമയമായപ്പോഴാണ് അവരെ ആൾക്കാർ പിടിവിടുന്നില്ല. അപ്പം ഈ മഹാൻ ആചാര്യസ്വാമി നിർവ്വാണ ഷടകം രചിച്ചിരിക്കുന്നതിന് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും നമ്മൾ എന്തൊക്കെയാണ് സ്വന്തം എന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്ന സംഭവങ്ങളോ ഇതൊന്നും തന്നെ നമ്മളെ രക്ഷിക്കാൻ പോകുന്നില്ല. തമിഴ് പറയും, കற்ற கல்வியும் வீற்று பதவியும் ஈட்டிய தனமும் பெற்ற மகமும் உற்ற துணையும் பெற்ற மகமும் மற்ற சுற்றமும் சுற்றி விழும் காலன் கயற்றுக்கு உதவுமோ? கல்வியும் பதவியும் தனமும் மதமும் சுற்றமும் சுற்றி விழும் காலன் கயற்றுக்கு உதவுமோ? உதவுமோ உதவுமோ உதவுமோ? தேற்றியருளர் சற்ற நினை சிவனை நம்பி கெட்டவர் எவரையா? நம்பி கெட்டவர் எவரையா? நம்பி கெட்டவர் எவரையா? உமையாய வேண்டாம் திருமயிலையின் இறைவனை நம்பி கெட்டவையோ அடிங்க எவரையா? நம்பி கெட்டவர் எவரையா? உமை நாயகனே திருமயிலையின் இறைவனை நம்பி கெட்டவர் எவரையா? அம்புலி கங்கை அணிந்த ஜடாதரன், அம்புலி கங்கை அணிந்த ஜடாதரன், அம்புலி கங்கை அணிந்த ஜடாதரன், அம்புலி கங்கை அணிந்த ஜடாதரன், அன்பர் மனம் கவர் சம்புக பாலி. அம்புலி கங்கை அணிந்த ஜடாதரன், அன்பர் மனம் கவர் சம்புக பாலி. நம்பி கெட்டவர் எவரையா? உமை நாயகனே திருமயிலையின் இறைவனை நம்பி கெட்டவர் எவரையா? ஒன்றுமே பயனில்லை என்று உணர்ந்த பின்பவருண்டென்றார். ஒன்றுமே பயனில்லை என்று உணர்ந்த பின்பவருண்டென்றார்.
മനിതനും ഒരു നാളിന്നിലെ എഴുതുവരുതിയിലെ മറന്താർ. ഒരു മനിതനും ഒരു നാളിന്നിലെ എഴുതുവരുതിയിലെ മറന്താർ. அன்று செயலிருந்தலமரும் பொழுது அன்று செயலிருந்தலமரும் பொழுது சிவன் பெயர் நாவில் வராதே. அன்று செயலிருந்தலமரும் பொழுது சிவன் பெயர் நாவில் வராதே. அன்று செயலிருந்தலமரும் பொழுது அவன் பெயர் நாவில் வராதே. ஆதலினால் மனமே இன்றே சிவன் நாமம் சொல்லி பழகு. ஆதலினால் மனமே இன்றே சிவன் நாமம் சொல்லி பழகு. அன்புடன் நம்பி கற்றவர் எவரையா உமை நாயகனே திருமயிலையின் இறைவனை நம்பி கேட்டவர் எவரையா. അപ്പൊ ഇതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം തുടങ്ങിയ ശ്ലോകം തന്നെ കക്ഷകൽവിയും നമ്മൾ പഠിച്ച അറിവ്, വീക്ഷപദവിയും നമ്മൾ ഉണ്ടാക്കി വെച്ച പദവി, ഈട്ടിയ ധനവും നമ്മൾ ഉണ്ടാക്കി വെച്ച ധനം, ഉക്ഷതുണയും ഭാര്യയ്ക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തുണയുണ്ടെങ്കിൽ ആ തുണை, ഉക്ഷതുണയും പെറ്റ മകവും നമ്മൾ സൃഷ്ടിച്ച മകനും മക്കളും, മറ്റു ചുற்றവും നമ്മുടെ ചുറ്റിനുമുള്ള മറ്റ് പലതും, കാലൻ ചുറ്റി വീഴും കാലൻ കയറ്റി പുതകുമോ. ആ കാലൻ വന്ന് നമ്മളെ പോകുന്ന സമയത്ത് ഇതുവെല്ലാം ഉതകാൻ പോകുന്നുണ്ടോ? എനിക്കൊരു കോടി രൂപയുണ്ട്, ഞാൻ എങ്ങനെയെങ്കിലും അത് ചെലവഴിച്ചിട്ട് വരാം, കാലിൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ? ഞാൻ ജഡ്ജിയാണ്, കാലിൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ? ഞാൻ ഡോക്ടറാണ്, കാലിൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ? ഞാൻ വക്കീലാണ്, കാലിൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ? എനിക്ക് ഭാര്യയുണ്ട്, 2 പിള്ളേരുണ്ട്, എനിക്ക് ഇവിടെ ഇട്ടിട്ട് വരാൻ പറ്റില്ല, പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോ ശിവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശിവ, ജീവ, ജീവൻ തന്നെയാണ് ശിവൻ. ഇത് ഞാൻ പറഞ്ഞതല്ല, ശാസ്ത്രം അങ്ങനെ പറയും. അപ്പം ശിവൻ പോവുക എന്ന് പറഞ്ഞാൽ ജീവൻ പോവുക എന്നർത്ഥം. ശിവൻ പോയാൽ ശവം. അപ്പോ ആ ജീവൻ നിലനിർത്താനായിട്ട് എല്ലാവരും, കാരണം ഈ ഉലകത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും, ഞാൻ എന്നെ ചൊല്ലുന്നത്, ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ജനിച്ചാൽ മരണം സുനിശ്ചിതം. ജനിച്ചു കഴിഞ്ഞാൽ മരണം സുനിശ്ചിതമാണ്, അതിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ ജീവൻ ഉള്ളിടത്തോളം കാലം നമ്മൾ പഞ്ചക്ലേശങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പഞ്ചക്ലേശങ്ങൾ കൊണ്ട് അതിനുള്ളൊരു ഗുണം കൊണ്ടാണ് നമ്മളിന്ന് യോഗയിൽ വന്നിരിക്കുന്നതും മന്ത്രം പഠിക്കുന്നതും ഒക്കെ പഞ്ചക്ലേശങ്ങൾ കൊണ്ടാണ്. പഞ്ചക്ലേശം എന്ന് പറഞ്ഞാൽ അവിദ്യ, പഞ്ചക്ലേശം എന്ന് പറഞ്ഞാൽ അവിദ്യ, അസ്മിത, രാഗ, ദ്വേഷ, അഭിനിവേശം. മിടുക്കൻ, ഒരു കൈയടിച്ചു കൊടുക്കുകയായിരുന്നു. ഓർത്തിട്ട് പറഞ്ഞില്ല, വളരെ സന്തോഷം. രാഗ, ദ്വേഷ, അഭിനിവേശം. അപ്പൊ എല്ലാവരും ജനിക്കുന്നതേ ജ്ഞാനം കൊണ്ടല്ല വരുന്നത്. ജനിക്കുമ്പോൾ കുറെ ജ്ഞാനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് പുനർജന്മം, പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനീ ജനരേശയനം, ഇഹ സംസാരേ ബഹുദുസ്താരേ, കൃപയാ പാരേ പാഹി മുരാരേ, ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം. അപ്പോൾ ജനിക്കുന്ന പുനരഭി ജനന സമയത്ത് നമുക്കൊരു മറ ഉണ്ടായി നമ്മൾ ഭൂമിയിലേക്ക് ജനിക്കുന്നു എന്ന് പറയുന്നു. പൂർവ്വജന്മ സ്മരണ ഇല്ലാതെ നമ്മൾ ഈ ജന്മം ജനിക്കും, എന്നാലേ കർമ്മ അനുഭവിച്ച് തീർക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി പൂർവ്വജന്മ സ്മരണ ഇല്ലാതെ ജനിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, ശാസ്ത്രം പറയുന്നു. അപ്പോൾ
അങ്ങനെ പൂർവ്വജന്മ സ്മരണയില്ല. നമ്മൾ ജനിക്കുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? അവിദ്യയാണ്, ടോട്ടൽ ഇഗ്നറൻസിലാണ് നമ്മൾ ജനിക്കുന്നത്, ഇല്ലേ? കൊച്ചു പിള്ളേർ ജനിക്കുമ്പോൾ തൊട്ട് അവിദ്യ കൂടെ തുടങ്ങി കഴിഞ്ഞു. കുറച്ചും കൂടെ കഴിയുമ്പോൾ അവിദ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? അസ്മിത. അസ്മിത എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്ന് പറഞ്ഞ ഭാവം. ഞാനെന്ന് പറഞ്ഞ ഭാവം വന്നു കഴിഞ്ഞാൽ എന്താണ്? എനിക്ക് ഡോക്ടറിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നത് എന്താണ്? രാഗം, ഇല്ലേ? എനിക്ക് നിത്യ കണ്ണെടുത്താൽ കണ്ടുകൂടാ. നിത്യ എടുത്ത് എനിക്ക് തോന്നുന്നത് ദ്വേഷം. അപ്പം എനിക്കിഷ്ടമുള്ളതിനോട് രാഗം, എനിക്കിഷ്ടമില്ലാത്തതിനോട് ദ്വേഷം. അപ്പം അസ്മിത വന്നു, ഞാനെന്ന് പറഞ്ഞ ഭാവം വന്നു, അവിടെ ഞാനെന്ന് പറഞ്ഞ ഭാവം വന്നപ്പോൾ രാഗം വന്നു, ഇവിടെ ദ്വേഷം വന്നു. പിന്നെ അഭിനിവേശം, അതാണ് ഏറ്റവും വേഴ്സ്റ്റ് സ്റ്റേജ്. ഈ കാണുന്ന ഞാനെന്ന് പറയുന്ന ഈ നീല ടീഷർട്ട് ഇട്ട, ഈ മഞ്ഞ മണ്ടെടുത്ത് നേരത്തെ ചെവി ഉണ്ടായിരുന്ന സ്വരൂപം എക്കാലത്തേക്കും നിലനിൽക്കാൻ പോകുന്നതാണ് എന്ന വിചാരേണ ഞാൻ ഇവിടെ പല ചെയ്തികളും ഉണ്ടാക്കി സമ്പാദിച്ച് വെച്ചിട്ട് പോകാനായിട്ട് ഞാനിവിടെ ഇരിക്കുന്നു. മരണം എനിക്കുള്ളതല്ല, എല്ലാവരുടെ ധാരണയല്ല. ഒരു വീട്ടിൽ പോയി മരണം, അയ്യോ പാവം ചത്തുപോയി, നാളെ ഞാനും അവിടെ കിടക്കേണ്ടി വരുമെന്ന് ആരും ചിന്തിക്കില്ല. മരണം എന്ന് പറഞ്ഞാൽ അത് അവനുള്ളതാണ്. ചില ആൾക്കാർ മരണസ്ഥലത്ത് ചെന്നിരുന്നിട്ട് ആൾക്കാർ പറയണ കേൾക്കാം, ഡോക്ടറിനൊക്കെ അതൊക്കെ എക്സ്പീരിയൻസ് എത്ര എണ്ണം കണ്ടു കാണും ഇല്ല ഡോക്ടറെ. അപ്പം നമ്മൾ എത്ര മരണ വീടുകളിലൊക്കെ നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു പ്രക്രിയയാണ്. ആൾക്കാർ പറയുമ്പോൾ എന്ത് ചെയ്യാം, മരുന്നൊന്നും നേരെ കഴിക്കില്ലായിരുന്നു, ഇന്ന ഡോക്ടറിനെ കൊണ്ട് കാണിക്കാൻ ഞാൻ അപ്പോഴേ പറഞ്ഞാണ്. അങ്ങേര് വേറൊരിടത്ത് പോയി കൺകണ്ട വൈദ്യശാലയിൽ പോയി കൺകണ്ട മരുന്നുകൾ വാങ്ങിച്ച് കൺകണ്ടവനെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നവൻ. പാവം, ഇതൊക്കെ നേരത്തെ നോക്കിയിരുന്നെങ്കിൽ അവനവൻ്റെ ജീവിതം ശരിയാവത്തില്ലായിരുന്നു. മരണം അവനുള്ളതാണ്, ഇവനുള്ളതല്ല. കാരണം നമുക്ക് ഓരോ കർമ്മങ്ങളും, നമ്മുടെ ഹിന്ദു ഫിലോസഫി എടുത്തു കഴിഞ്ഞാൽ ഓരോ കർമ്മങ്ങൾ നമ്മൾ കാണിക്കുന്നത് തന്നെ മരണം, നാളെ ഈ കർമ്മം നമ്മൾ കർമ്മം ചെയ്യുന്നത് മരിച്ചുപോയവർക്ക് വേണ്ടിയല്ല, ഇരിക്കുന്നവർക്ക് പാഠം പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് ചെയ്യുന്നത്. നമ്മളത് റിച്വലിസ്റ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളെല്ലാം കണ്ടു കാണും, കുടവും വെച്ചുകൊണ്ട് പോയി 3 കുഴി ഇത് ചെയ്യുന്നത്. എല്ലാവരും പറയണം അത് ചെയ്ത് മരിച്ചവർക്ക് എന്തോ, മരിച്ചവർ പോയി, ജീവൻ പോയി, ഇനി അത് എങ്ങോട്ട് പോകുന്നു, ഏത് നിലയിൽ നിൽക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. വീജാ ബോർഡൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ഡോക്ടർ ചെയ്തിട്ടുണ്ടോ? വീജാ ബോർഡ് ചെയ്യുന്ന ആൾക്കാർ ചെയ്തിട്ടുണ്ടോ? ആൾക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ അതിന്റെ ഉസ്താദായിരിക്കുമല്ലേ? അതുകൊണ്ടല്ലേടാ നീ ഇപ്പൊ ബാക്ഷ്യമ്മനെ പിടിച്ചോണ്ട് കിടക്കുന്നത്. സത്യം പറയാം, ഇങ്ങനെ നീ വന്ന് എൻ്റെ അടുത്ത് ബാക്ഷ്യമ്മന്റെ മന്ത്രം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് നമുക്ക് എന്തോന്ന് പറഞ്ഞോണ്ട് കുടം. അപ്പൊ എന്താണ് കുടം എന്ന് പറയുന്നത്? കുടം ഇസ് ദ embodiment, it's the this thing of symbol of human body. അതിനകത്തുള്ള വെള്ളം എന്ന് പറയുന്നത് ദി എനർജി. 3 ഓട്ട ഇടുന്ന എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ 3ാമത്തെ അറ്റാക്കിന് ആൾക്കാർ തട്ടിപ്പോകില്ല, അതുകൊണ്ടായിരിക്കും അത് കാണിക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. ഒന്നിൽ പഠിച്ചാൽ 3 വേണ്ടി. അപ്പം ഈ കുടവ് കൊണ്ട് ഇങ്ങനെ ആൾക്കാർ പണ്ട് ഓർമ്മയുണ്ട്, ചിറ്റപ്പ മറ്റേ ടി.ഡി. രമേശൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യസ്ഥൻ ഉണ്ടായിരുന്നല്ലോ, അങ്ങേരുടെ പണ്ട് അച്ഛാമ്മ ചോദിച്ചത് ഓർമ്മയുണ്ട? തൊട്ടപ്പുറത്തെ വീട്ടിലൊരു കളവിയുണ്ട്, അവരാണെങ്കിൽ മരിച്ചു. അവരാണെങ്കിൽ സംഭവം തന്നെ അങ്ങേരുടെ അടുത്ത് ഒന്ന് വലിയ കാര്യത്തെ സ്നേഹത്തിൽ ചോദിച്ചേ, എന്ത് പ്രശ്നം, അറ്റാക്ക് എത്ര എങ്ങനെ ഇപ്പം എത്രയായി? 2 കഴിഞ്ഞാൽ അപ്പം ഇനി ഒന്നും കൂടെ ഉള്ളൂ അങ്ങേരുടെ പറയണം. അപ്പം എല്ലാവർക്കും 3 എന്ന് പറയുന്ന ഒരു ഇതാണ്. അപ്പം ഈ 3 പ്രാവശ്യം ഒരു ഹോൾ ഇടുന്നു. ഈ ഹോൾ ഇടുമ്പോഴത്തേനും ഈ എനർജി മുഴുവൻ ചോർന്ന് പോകുന്നു. എനർജി മുഴുവൻ പോയി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അതിനെ ഇട്ടോ അടയ്ക്കും. അത് ബാക്കി കണ്ടു നിൽക്കുന്നവർക്കുള്ള പാഠമാണ്. നിനക്ക് എനർജി ഉള്ളപ്പോൾ നീ ചെയ്യാനുള്ളത് നീ അറിയുക. ഇന്നലെ ഞാൻ പാടില്ല, തന്നെ അറിയാൻ ശ്രമിച്ചോളുക, അതിൻ്റെ ഉപാധികൾ കണ്ടെത്തിക്കോളുക. അതിലൂടെ ജ്ഞാനസമ്പത്തിന് ജ്ഞാനമൊക്കെ വെറും സാധനം, തലയിൽ കൊട്ടി കിട്ടിയാൽ ജ്ഞാനമൊക്കെ പോകും, അത് വേറെ കാര്യം. അപ്പം എന്താ നിനക്ക് ചെയ്യാനുള്ളത്? നിന്റെ ചെയ്തികൾ നീ ചെയ്തോളുക. കാരണം കുടത്തിൽ നിന്ന് ബോഡിയിൽ നിന്ന് എനർജി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ പോലെ ശിവൻ പോകുമ്പോൾ ശവമായി ആൾക്കാർ നിന്നെ എടുത്തിട്ട് ഉടയ്ക്കും. പിന്നെ വെച്ചോണ്ടിരിക്കാൻ ഒക്കില്ലെന്ന് 3 ദിവസം കഴിഞ്ഞാൽ സ്മെല്ല് തുടങ്ങും. പിന്നെ എംബാം ചെയ്താൽ കുറച്ച് ദിവസം കൂടെ നിൽക്കില്ല ഡോക്ടറെ, എംബാം ചെയ്താൽ കുറച്ച് ദിവസം കൂടെ നിൽക്കും. അതല്ലെങ്കിൽ ചീഞ്ഞ സ്മെല്ല് തുടങ്ങും. നമ്മുടെ സ്വന്തം മകനാണെങ്കിലും സ്വന്തം അച്ഛനാണെങ്കിലും വെച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. ആ സമയം നാട്ടം വന്നു കഴിയുമ്പോൾ സ്നേഹമൊക്കെ എല്ലാവർക്കും ഒക്കെ പോകും.
അപ്പം നമ്മൾ ശരിക്കും സ്നേഹിച്ചിരുന്നത് എന്തോന്നിനാണ്? ആ ഒരു എനർജിയാണ് നമ്മൾ സ്നേഹിച്ചിരുന്നത്. ആ എനർജി പോയാൽ കുടവിട്ടുടയ്ക്കും എന്ന് പറഞ്ഞ് നമുക്ക് കാണേണ്ട ഇതാണ്. നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാവുന്ന സമയത്ത് നമ്മൾ ചെയ്തോളുക, പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇത് ആൾക്കാരുടെ എല്ലാം ധാരണ ഈ കുടവിട്ടുടയ്ക്കുന്ന അവനെന്താ മോക്ഷം കിട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം. അപ്പം ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ എന്നർത്ഥം. അപ്പം ആദിശങ്കരാചാര്യർ ലാസ്റ്റ് പോർഷൻ ഓഫ് ലൈഫിൽ എന്തോന്ന് മല ചിറ്റപ്പം മരുകാൻ മലയാണ് അങ്ങനെ കയറി പോയ മല സർവജ്ഞ പീഠം അല്ലേ? സർവജ്ഞ പീഠം കയറുന്നതിന് തൊട്ടു മുമ്പ് ഒരു പക്ഷെ എഴുതിയതാവാം ഇത്. അപ്പോൾ താൻ എന്താണെന്ന് റിയലൈസ് ചെയ്യുന്നതിന് മുമ്പ് താൻ അല്ല എന്ന് പുള്ളിക്കാരൻ ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവണം. അതാണ് നിർവാണ ശതകം. നിർവാണം, മോക്ഷം, മോക്ഷത്തിലേക്കുള്ള പാത. അതാണ് ഇവിടെ ക്ലിയർ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് പുള്ളിക്കാരൻ്റെ ഭാഷയിൽ പുള്ളിക്കാരൻ എഴുതിയിരിക്കുന്നത്. അതാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ലൈഫിൽ പ്രയോജനപ്പെടും. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ റെട്രോസ്പെക്റ്റിൽ ഈശ്വരനില്ല, ദൈവമില്ല, ആത്മാവില്ല, അതില്ല, മാടനില്ല, മറുതയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ നടക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് അത് തിരിഞ്ഞു നോക്കുമ്പോൾ, ഞാൻ മാടൻ മറുത എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ ഒരു സെൻസിൽ എടുക്കല്ലേ, തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും കാലം ചെയ്തതും അന്വേഷിച്ചതും എല്ലാം എന്താണ് എന്ന് മനുഷ്യന് മനസ്സിലാക്കാനുള്ള ഒരു ചാപ്റ്ററാണ്, അല്ലെങ്കിൽ ഒരു 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 കൈൻഡ് ഓഫ് വർക്കാണ് ഈ നിർവാണ ശബ്ദം. ഇന്ന് നമ്മൾ നിർവാണ ശബ്ദം തുടങ്ങാം. പല മോക്ഷപ്രാപ്തിക്കുള്ള പല മന്ത്രങ്ങളുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹിന്ദു സനാതന ധർമ്മയിലുള്ള പല ടെക്സ്റ്റുകളും ഓപ്പൺ ടു ഇൻ്റർപ്രിറ്റേഷനാണ്. ഇത് വായിക്കുമ്പോൾ നമുക്ക് ശിവനാണ് അൾട്ടിമേറ്റ് എന്ന് തോന്നും. എന്നാൽ ഓംകാരമായ ഒരു മൂന്നായി പിരിഞ്ഞുടനെ ചിലപ്പോൾ അതിൻ്റെ പേരെന്തോന്നും ഹരിനാമകീർത്തനം, അത് വായിക്കുമ്പോൾ നാരായണനാണെന്ന് തോന്നും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ഒന്ന് തന്നെയാണ്. എന്തോ ഒരു സംതിങ്ങിനെ പല പേര് വെച്ച് വിളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലേ? ആ, അപ്പം കൈലാസം കയറാതിരിക്കുകയാണ്, ഉടനെ കയറും. പിന്നെ കൈലാസത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्ति। मनोबुद्ध्यहङ्कार मनोबुद्ध्यहङ्कार चित्तानि नाहं मनोबुद्ध्यहङ्कार चित्तानि नाहं मनोबुद्ध्यहङ्कार चित्तानि नाहं। ഡോക്ടറുടെ മനസ്സ് മുഴുവൻ ജഗ്ഗിയുടെ പാട്ടിയിരിക്കുകയാണ്. പ്യൂർ അങ്ങോട്ട് ശരിയാവുക. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച ശ്രോത്രജിഹ്വേ न च घ्राणनेत्रे न च श्रोत्रजिह्वे न च घ्राणनेत्रे न च श्रोत्रजिह्वे न च घ्राणनेत्रे न च व्योमभूमि न तेजो न वायु न च व्योमभूमि न तेजो न वायु न च व्योमभूमि न तेजो न वायु न च व्योमभूमि
न तेजो न वायु. അപ്പൊ പിന്നെ ഞാൻ ആരാണ്? चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं. ഇത് മനസ്സിലായി? നമ്മൾ മനസ്സല്ല, നമുക്ക് ബുദ്ധിയല്ല, നമ്മൾ ആരാണെന്ന് നോക്കുന്ന അഹങ്കാരമല്ല, നമ്മൾ കേൾക്കുന്ന ചെവിയല്ല, നമ്മൾ ചെവിയല്ല, കേൾവിയുമല്ല, നമ്മുടെ ജിക്വ ടേസ്റ്റ് ചെയ്യുന്ന നാക്കുമല്ല, സംസാരിക്കുന്ന നാക്കുമല്ല, രുചിയുമല്ല. വ്യോമം എന്ന് പറഞ്ഞാൽ യഥർ ആകാശമല്ല, നമ്മൾ ഭൂമിയല്ല, തേജോ അഗ്നിയല്ല, വായു നമ്മൾ എടുക്കുന്ന ശ്വാസമല്ല. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആരാണ്? അതിന് പുള്ളിക്കാരൻ കണ്ടിരിക്കുന്നത് ശിവനായിരിക്കണം. പുള്ളിക്കാരൻ ഭജിച്ചിരുന്നത് ഞാൻ ശിവനാണ്, ഞാൻ ശിവനാണെന്ന് പുള്ളി പറയുന്നു. ചിദാനന്ദ രൂപം ശിവോഹം ശിവോഹം. അപ്പൊ നമ്മൾ എന്തിനെ ഉപാസിക്കുന്നു അതാണ് നമ്മളായി മാറുന്നതെന്ന് ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് പ്രതിപാദനം ചെയ്യാം എന്ന് പറയാൻ പറ്റുമോ? അല്ലേ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ 100% കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതായി മാറില്ലേ? ഞാൻ ഡാൻസ് ചെയ്യുമ്പോൾ ഞാൻ ഡാൻസറായിട്ട് മാറുന്നു, ഞാൻ പാട്ട് പാടുന്നു, ഞാൻ സിംഗറായിട്ട് മാറുന്നു, ഞാൻ ഇവിടെ നിങ്ങളെ മന്ത്രം പഠിക്കുമ്പോൾ ഞാൻ യോഗിയായിട്ട് മാറുന്നു, നിങ്ങളിവിടെ ഓരോരുത്തരും ഇത് ധ്യാനിക്കുമ്പോൾ നിങ്ങൾ ധ്യാനികളായിട്ട് മാറുന്നു. നമ്മളെന്തോ ആണെന്ന് അതായിരിക്കണം പുള്ളിക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ ആ ശിവനെ ഭജിക്കുന്നുണ്ട്, ആ പരമമായ ചൈതന്യത്തെ ഞാൻ തൊടുന്നുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം എഴുതിയൊരു കവിതയാണ്, ഡോക്ടറിന് പാടി കേൾപ്പിച്ചില്ലേ? കാലനിക്ക് കാലനാം അയ്യനെ പണിന്തീർകിൽ കാലനിക്കെന്ന വേലയെ. ശിവനെ കാലകാലനെന്ന് നമ്മൾ വിളിക്കാറുണ്ടല്ലോ, മാർക്കണ്ഡേയന് അറിയാലോ. അതുകൊണ്ട് ആ കാലകാലനായ മഹാകാലനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പോത്തിന്റെ പുറത്ത് വരുന്ന കാലിന് വല്ല യോഗ്യമുണ്ടോ? അപ്പം മരിക്കാതിരിക്കണം. എല്ലാവർക്കും മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഡോക്ടർ? എന്ത് ചെയ്യണം? മരിക്കാതിരുന്നാൽ ജനിക്കാതിരിക്കണം. അപ്പോൾ നമുക്ക് ജനനം മരണം എന്ന ആ ഒരു പ്രക്രിയയിൽ നിന്നും നമ്മളെ എന്തോ വലിച്ചെടുക്കുന്നു ശാസ്ത്രം പറഞ്ഞു. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ പോയ ആൾക്കാർ നമുക്കിത് എന്താണെന്ന് പറഞ്ഞു തന്നിട്ടില്ലാത്തതുകൊണ്ട് ഭവിക്കുന്നതെന്തോ ഭാവന എന്ന് നമ്മൾ പറയുന്നത് പോലെ ഒരു ഭാവന, ഒരു സങ്കല്പം നമുക്ക് എടുക്കാം നമ്മുടെ നെക്സ്റ്റ് വേൾഡിനെ പറ്റി. അതിനുവേണ്ടി പ്രയത്നിക്കാം. വൈകുന്നേരം സാലറി കിട്ടും എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യുമ്പോൾ സാലറി ഈസ് എ സങ്കല്പം അല്ലേ? ഈവനിങ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അയ്യാ നീ ദീർഘായുസായിരിക്കണം, നീ കൺകണ്ട ദൈവമപ്പ എന്ന് നമ്മൾ പറഞ്ഞിട്ട് സാലറി കൊണ്ടുപോകും. അപ്പം അതുവരെ അതൊരു വിശ്വാസമാണ്. വിശ്വാസം വിൽ മാനിഫെസ്റ്റ് ഇറ്റ്സെൽഫ്. ടു മച്ച് ഓഫ് മാനിഫെസ്റ്റേഷൻസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് മാനിഫെസ്റ്റേഷൻസ് ശ്രദ്ധിക്കാനുള്ള സമയമില്ല. നമ്മൾ ഷുവറാണ് വൈകുന്നേരം കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു കേസ് കൊടുക്കുക, ആൾക്കാർ പേടിച്ച് ഇതൊക്കെ മാനിഫെസ്റ്റേഷനാണ്. ചെറിയ തോതിലും മൈക്രോ ലെവലിലുള്ള മാനിഫെസ്റ്റേഷൻ തന്നെയാണ് വലിയ മാനിഫെസ്റ്റേഷൻ. എന്നാണ് ദൂരണ്ടാക്ക തുടങ്ങുന്നത്. മനോബുദ്ധ്യഹങ്കാരത്ത് പ്രത്യേകിച്ച് പറയാം. ചിത്താനിനാഹം മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം न च श्रोत्रजिह्वे न च प्राणनेत्रे न च श्रोत्रजिह्वे न च प्राणनेत्रे न च व्योमभूमे न तेजो न वायु न च व्योमभूमे न तेजो न वायु चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं न च प्राणसंज्ञो न च प्राणसंज्ञो न च प्राणसंज्ञो
पञ्चवायु न च प्राणसंज्ञो न वै पञ्चवायु न च प्राणसंज्ञो न वै पञ्चवायु न वा सप्तधातुर्न वा पञ्चकोश न वा सप्तधातुर्न वा पञ्चकोश न वा सप्तधातुर्न वा पञ्चकोश न वा पाणिपादौ न चोपास्तपायु 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 चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं न च പ്രാണസംജ്ഞോ. നമ്മൾ പ്രാണനാണോ, പ്രാണന്റെ സംജ്ഞം എന്ന് പറഞ്ഞാൽ ആ ഒരു അഗ്രിഗേറ്റ് പ്രാണനാണോ? എന്താണ് പഞ്ചപ്രാണൻ? പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, എത്തിനും കൂടെ ഉണ്ടല്ലേ ചേട്ടാ? വ്യാനൻ അഞ്ചെണ്ണമാണ്. നമ്മൾ അഞ്ച് പ്രാണനല്ല. നവൈ പഞ്ചവായു. പഞ്ചവായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വേറെയും കുറെ എലമെന്റ് ഉണ്ട്. ഇങ്ങനെ പേരുണ്ട്. ത്രികരൻ, ധനഞ്ജയൻ ആണോ, എൽദോ, അത് തന്നെ മനസ്സിലായില്ല. അത് നവാ സപ്തധാതു. നമ്മുടെ 7 ഷീറ്റ്സ് എന്തോന്ന് പറയും, എന്തോന്ന് അറിയാം? അത് കോശം. ഇപ്പോൾ പഞ്ചകോശം, പ്രാണമയ കോശം, അന്നമയ കോശം, ജ്ഞാനമയ കോശം, വിജ്ഞാനമയ കോശം, ഒരാൾ കൂടെ ഉണ്ടല്ലോ. ആനന്ദമയ കോശം. ഭഗവാനെ അതിലേക്ക് തരണേ. അപ്പൊ ഇങ്ങനെ ഓരോ കോശം. ഇതൊന്നും ഞാനല്ല. चिदानन्दरूप शिवोऽहं शिवोऽहं न च प्राणसंज्ञो न वै पञ्चवायु न च प्राणसंज्ञो न वै पञ्चवायु न वा सप्तधातु न वा पञ्चकोश न वा सप्तधातु न वा पञ्चकोश न वा पाणिपादौ न चोपास्तपायु न वा पाणिपादौ न चोपास्तपायु चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं न मे द्वेषरागौ न मे द्वेषरागौ न मे लोभमोगौ न मे द्वेषरागौ न मे लोभमोगौ मदो नैव मे नैव मात्सर्यभाव मदो नैव मे नैव मात्सर्यभाव मदो नैव मे नैव मात्सर्यभाव न धर्मो न चार्तो न कामो न मोक्ष न धर्मो न चार्तो न कामो न मोक्ष चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं. നമ്മുടെ 6 ശത്രുക്കളല്ല. എന്താണ് നമ്മുടെ 6 ശത്രുക്കൾ? കോപ, മോഹ, ദൈന്യ, ലോഭ, കോപ, താപനാശനം. അതിൽ രാഗമല്ല നമ്മൾ, ദ്വേഷമല്ല നമ്മൾ, മതമല്ല നമ്മൾ, മാത്സര്യമല്ല നമ്മൾ, ലോഭമല്ല നമ്മൾ. അപ്പൊ അതിനെന്താണ് നമ്മൾ? ധർമ്മമാണോ നമ്മൾ ചെയ്യുന്ന? ധർമ്മി എന്ന് നമ്മൾ പറയുന്നത് ധർമ്മമാണോ? ധർമ്മത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 4 പുരുഷാർത്ഥങ്ങൾ: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം.
അപ്പോൾ അതിൽ ധർമ്മം, പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന അർത്ഥം, കാമം, മോക്ഷം, ഇതും 4 നമ്മളാണോ? അല്ല. ഇത് 4 വേണ്ടിയല്ലേ പ്രയത്നിക്കുന്നത്. ഇത് 4 നമ്മളല്ല. പിന്നെ അവസാനം നമ്മൾ എന്താണെന്ന് തിരിച്ചറിയുന്നു. ശിവോഹം ശിവോഹം. न मे द्वेषराग न मे लोभमोह मदो नैव मेनैव मात्सर्यभाव न धर्मो न चार्थो न कामो न मोक्षः चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं न पुण्यं न पापं न सौख्यं न दुःखं 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 न मन्त्रो न तीर्थं न वेदो न यज्ञ न मन्त्रो न तीर्थं न वेदो न यज्ञ न मन्त्रो न वेदो न मन्त्रो न तीर्थं न वेदो न यज्ञ न मन्त्रो न तीर्थं न वेदो न यज्ञ अहं भोजनं नैव भोज्यं न भोक्ता अहं भोजनं नैव भोज्यं न भोक्ता अहं भोज्यं न भोक्ता चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं. ധന്യോഹം എന്ന് മതി, മാന്യോഹം എന്ന് മതി, പുണ്യങ്ങൾ ചെയ്ത പുരുഷനും ഞാനും മതി, ഒന്നല്ല കൊടുങ്കാറ്റ് ദണ്ഡിമയം ഒന്നിച്ചു കൂടിയത് നാരായണായ നമ എന്ന് ഹരിനാമകീർത്തനത്തിൽ പറയുന്നു. ഞാൻ ധന്യനാണ്, ഞാൻ പുണ്യങ്ങൾ ചെയ്ത പുണ്യവാനാണ്. പക്ഷെ ഇവിടെ പറയുന്നു ഞാൻ പുണ്യമല്ല, എന്നാൽ ഞാൻ പാപവുമല്ല. എൻ്റെ പാപിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും ദുഃഖിക്കേണ്ട. പുണ്യവാന്മാർ പുണ്യം ചെയ്യുന്നില്ല. മന്ത്രോന തീർത്ഥം, ഞാൻ ഈ പറയുന്ന മന്ത്രങ്ങളല്ല, അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന തീർത്ഥം അതാവാം, ഇതല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് കിട്ടുന്ന പ്രസാദമായിരിക്കാം, അതും ഞാനല്ല. ന വേദോന യജ്ഞ, ഈ പറയുന്ന വേദോച്ചാരണങ്ങളും വേദവും ഞാനല്ല, ഒരു യജ്ഞവും ഞാനല്ല, യജ്ഞം നടത്തുന്ന യജ്ഞവും ഞാനല്ല. അഹം ഭോജനം നൈവ ഭോക്തം ന ഭോജ്യം, കഴിക്കുന്ന ആഹാരവും ഞാനല്ല, കഴിക്കുന്നവനും ഞാനല്ല, കഴിപ്പും ഞാനല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആരാണ്? ചേട്ടാ? शिवोऽहं शिवोऽहं न पुण्यं न पापं न सौख्यं न दुःखं न मन्दो न तीर्थं न वेदो न यज्ञ. സുഖം ഞാനാണോ? എത്ര നാൾ നമുക്ക് സുഖം കിട്ടും? പിന്നെ ഞാനിവിടെ വന്ന് കോമഡി പറഞ്ഞു, ഇതേ കോമഡി ഞാൻ 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കുമോ? ഇല്ല. അപ്പം അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതുപോലെയാണ് സുഖം. സുഖത്തിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ സുഖം കിട്ടിക്കഴിഞ്ഞാൽ അത് പോവും. പിന്നെ കൂടുതൽ സുഖിക്കാൻ പോയാൽ അസുഖമായി മാറും. പിന്നെ അത് കഴിയുമ്പോൾ എന്താണ്? ദുഃഖം ശാശ്വതമാണോ? ദുഃഖത്തിനുള്ള ഒരു പ്രത്യേക ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ദുഃഖം നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. നാളെ ദുഃഖിക്കാനായിട്ട് മാറ്റി വയ്ക്കാൻ പറ്റില്ല. ദുഃഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല. ഇന്ന് ഡോക്ടറിൻ്റെ തലവേദന വന്നാൽ ഇന്ന് തലവേദന വേണ്ട, ഞാൻ തലവേദനയ്ക്കോളെന്ന് പറഞ്ഞാൽ ഡോക്ടറിന് പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ ദുഃഖം മാറ്റി വയ്ക്കാനൊന്നും പറ്റില്ല. സുഖം വേണമെങ്കിൽ മാറ്റി വയ്ക്കാം, ഇന്നൊരു സിനിമ കണ്ട് നാളത്തേക്ക് ആക്കാം. പക്ഷെ ദുഃഖം അങ്ങനെ മാറ്റി വയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതൊന്നുമല്ല ഞാൻ. സുഖവുമല്ല, ദുഃഖവുമല്ല, പുണ്യമല്ല, പാപവുമല്ല, ആഹാരം കഴിക്കുന്നവനും ഞാനല്ല, ആരവും ഞാനല്ല, ഈ കഴിപ്പെന്ന് പറഞ്ഞ പ്രക്രിയയും ഞാനല്ല. പിന്നെ എന്താണ്? ശിവോഹം, ഞാൻ ആ ശിവൻ തന്നെയാണ്. न पुण्यं न पापं न सौख्यं न दुःखं न मन्त्रो न तीर्थं न वेदो न यज्ञः अहं भोजनं नैव भोज्यं न भोक्तः चिदानन्दरूपं शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं. न मे मृत्युशङ्का न मे जातिभेदः
न मे मृत्युशङ्का न मे जातिभेद न मे मृत्युशङ्का न मे जातिभेद पिता नैव मे नैव माता न जन्म पिता नैव मे नैव माता न जन्म न बन्धुर्न मित्रं गुरुर्नैव शिष्यः न बन्धुर्न मित्रं गुरुर्नैव शिष्यः चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं न मे मृत्युशङ्का. മൃതിയെ പേടിക്കുന്നവനല്ല ഞാൻ, ആ സമയത്ത് ഉണ്ടാവുന്ന ശങ്കമല്ല ഞാൻ എന്നെടുക്കാം, അല്ലെങ്കിൽ ഞാൻ മരണമല്ല എന്ന് എടുക്കാം. ശങ്ക എന്ന് പറഞ്ഞാൽ പല ശങ്കകളുണ്ടല്ലോ ജീവിതത്തിൽ, മൂത്രശങ്ക ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ശങ്കകൾ ഞാനല്ല. പിന്നെന്താണ്? നമേ ജാതി ഭേദ, ജാതിയില് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഇപ്പൊ ഒരു പുതിയ കമ്മ്യൂണിറ്റി കൂടെ തുടങ്ങിയിട്ടുണ്ടല്ലോ കിറ്റാപ്പ, അറിഞ്ഞൂടെ? നമ്മൾ പറഞ്ഞ തുടങ്ങാം, യോഗി കമ്മ്യൂണിറ്റി. അപ്പൊ ഈ ജാതി ഭേദങ്ങളൊന്നും ഞാനല്ല. പിതാനൈവ മേനൈവം മാതാന ജന്മ, ജന്മം തന്ന പിതാവും മാതാവും ഞാനല്ല, അല്ലെങ്കിൽ ഞാൻ ജനിപ്പിച്ച കുട്ടികളുടെ പിതാവും ഞാനല്ല, മാതാവും ഞാനല്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറച്ച് അബദ്ധമായിരിക്കും ഇന്നത്തെ കാലത്ത്, ചീത്തപ്പേരായിരിക്കും. പക്ഷെ നിർവാണശലകം അങ്ങനെ പറയുന്നു, ഞാൻ പറയുന്നില്ല, ശാസ്ത്രം അങ്ങനെ പറയുന്നു. അപ്പോൾ ഇതൊന്നും ഞാനല്ല. ബന്ധു, ഈ ബന്ധുക്കൾ, നമുക്ക് ചുറ്റുമുള്ള ബന്ധുക്കൾ ഞാനാണോ? അല്ല. ശത്രുക്കൾ ഞാനാണോ? അതല്ല. ഗുരു ഞാനാണോ? അതല്ല. ശിഷ്യൻ ഞാനാണോ? അതല്ല. ഇതൊന്നും ഞാനല്ല. ഇതല്ലെങ്കിൽ ഇതൊന്നും ഞാനല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരാണ് അവസാനം? ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം നമ നമേ മൃത്യുശങ്കാ നമേ ജാതിഭേദ പിതാനൈവ നൈവൈന മാതാന ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം 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 അഹം നിർവികൽപോ നിരാകാരരൂപ അഹം നിർവികൽപോ നിരാകാരരൂപ വിഭുര്വ്യാപ സർവത്ര സർവേന്ദ്രിയാണാം വിഭുര്വ്യാപ സർവത്ര സർവേന്ദ്രിയാണാം വിഭുര്വ്യാപ്യ സർവത്ര സർവേന്ദ്രിയാണാം ന ച സംഗതാനൈവ മുക്തിർന മേയ ന ച സംഗതാനൈവ മുക്തിർന മേയ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഞാൻ സർവവ്യാപിയാണ്, എനിക്ക് എല്ലായിടത്തും പോകാൻ പറ്റും. ശരീരം വിടുന്ന സമയത്ത് മാത്രമേ നമുക്കത് മനസ്സിലാവുന്നുള്ളൂ, ഇല്ലേ? ഞാൻ ഈ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം അവൻ വിവേക് വന്നിട്ട് വേലിൻ്റെ അടുത്ത് പറയും, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഭജന ക്ലാസ്, മന്ത്ര ക്ലാസ്, ഇത്രയും നന്നായിട്ട് മന്ത്ര ക്ലാസ് വേറെ ആരെടുക്കും? ഞാൻ ഇതിൽ നിന്ന് ആനന്ദത്തിലേക്ക് പോയി, ഞാൻ ശാശ്വതാനന്ദത്തിലേക്ക് പോയി. ഞാൻ കേൾക്കുമ്പോൾ അയ്യോ ഇത്രയും നല്ല പയ്യൻ ദീർഘായുസ്സ ആയുരായിക സൗഖ്യം കൊടുക്കണേ എൻ്റെ ഭഗവാനെ ശംഭോ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കും. ഇതെല്ലാം പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഒരു വേള ഞാൻ ഈ ശരീരം വിട്ടു കഴിയുകയാണെങ്കിലോ, സർവ്വവ്യാപിയായി എനിക്ക് ശരീരം വിട്ടിറങ്ങിയ പിന്നെ നമുക്ക് എല്ലാം കേൾക്കുന്നതാണ് ചെയ്യാലോ. കുറച്ച് വിട്ടത് 16 ദിവസത്തേക്ക്, അത് കഴിയുമ്പോൾ കൊട്ടി പറഞ്ഞു വിടും. പിന്നെ വരും വർഷത്തിൽ കാക്കയായി നമ്മുടെ വിശ്വാസം. അപ്പൊ അങ്ങനെ പോയി കഴിയുമ്പോൾ എന്ത് വെച്ചു, ശരീരം വിട്ടു കഴിഞ്ഞാൽ എനിക്കറിയാം ഇവൻ ചെന്ന് വേലിൻ്റെ അടുത്ത് പറഞ്ഞു അള്ള കൂത അവിടെ ഇനി അത്രയും മന്ത്രമെന്ന് പറയുമ്പോൾ കുറെ പാട്ടും സംഗീതവും ഉണ്ട്, സ്വരശുദ്ധി ഉണ്ടെന്ന് പറഞ്ഞ് ആൾക്കാർ കേട്ടിരിക്കുന്ന പറ്റ പൊട്ട വ്യക്തികൾ മുഴുവൻ വിളിച്ച് പറയുകയാണ്. ഇത് ഞാൻ എൻ്റെ കാതുകൊണ്ട് ശരീരം വിട്ടു കഴിയുമ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ.
ശരീരം ഇരിക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ സത്യമെന്ന് വിചാരിക്കും, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ കേൾക്കുമെന്ന് വിചാരിക്കും. അത് നമുക്ക് ഒരിക്കലും അത് പാകം ചെയ്യാൻ പറ്റില്ല. ശരീരം വിട്ടു കഴിഞ്ഞാലോ നമ്മൾ വിശ്വസിച്ചവരൊക്കെ ആരായിരുന്നു എന്നും നമ്മൾ അവിശ്വാസം പ്രകടിപ്പിച്ചവർ ആരായിരുന്നു എന്നൊക്കെ നമുക്ക് ആ സമയം മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക. ആരെയും വലിയ വിശ്വാസമൊന്നും വേണ്ട. ഏത് കാര്യം രാഷ്ട്രീയക്കാരന്മാർ പറയണത് പോലെ അവരാണ് ശരിക്കും ആത്മജ്ഞാനികൾ. കസേര എപ്പോൾ പോകും എന്ന് ആലോചിച്ചാണ് അവറ്റോടിരിക്കുന്നത്. ആരാണ് അടുത്ത കാലി വരാൻ പോകണമെന്ന് അവർ പറഞ്ഞുകൂടാ. അയ്യോ ഒന്നും എടുത്തിട്ടുള്ളതല്ലേ എൻ്റെ പിണറായി ഭഗവാനെ, ഒന്നും എടുത്തിട്ടുള്ളതല്ലേ ജമ്മം പോകും. അപ്പൊ ഇത് എടുത്ത് പോകുന്ന അവര് നോക്കുന്നു. അപ്പൊ അവരുടെ ഫോക്കസ് അത്രേ ഉള്ളൂ. ഒരു കസേരയിലാണ് അവരുടെ ഫോക്കസ് ഇരിക്കുന്നത്, സിംഹാസനം. അപ്പൊ ഡിറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ആരോടും നമ്മളെ പുകഴ്ത്തി എന്ന് പറഞ്ഞാൽ അവൻ നല്ലവനും ആകുന്നില്ല, നമ്മളെ ദുഷിച്ച് പറയുന്നു പറഞ്ഞാൽ അവൻ മോശമാകുന്നില്ല. അവൻ എന്താണ് അവൻ അതേ ആകാൻ പറ്റുള്ളൂ. ഇതൊന്നും നമ്മളല്ല എന്ന് ഇങ്ങനെ പറയുകയാണ്. ഇങ്ങനെയല്ല ആചാര്യസ്വാമി പറയുകയാണ്. അപ്പോ ശാസ്ത്രം അങ്ങനെ പറയുന്നു. അതുകൊണ്ട് എന്താണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം നിർവികൽപ്പസമാധിയാണോ പോയോ? ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം 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 ചിദാനന്ദ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ 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 ശിവോഹം ശിവോഹം ആനന്ദരൂപ ശിവോഹം ശിവോഹം ആനന്ദരൂപ ശിവോഹം ശിവോഹം രൂപ ശിവോഹം ശിവോഹം രൂപ ശിവോഹം 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 असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय ॐ शान्ति 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 കഴിഞ്ഞു.